നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ധർമ്മശാലയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. आप लोग अभी देख रहे हैं ये पूरा धर्मशाला में पहुंच रहा है. उधर जाने का रास्ता है. ये पूरा ब्लॉक है इधर पूरा. तो अभी एक गांव नहीं, छोटा से मार्केट है. मतलब ये गांव का मेन मार्केट जैसा ही है. इधर पूरा ब्लॉक है. ഞാനിപ്പോൾ ധർമ്മശാലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു നദി, റിവർ ക്രോസ് ചെയ്ത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഇവിടെ എന്താ പറയുക, ഫുൾ കാടും. आप लोग अभी देख रहा है ये रिवर क्रॉस करके मैं अभी धर्मशाला के लिए निकल रहा है. ये जगह पूरा हेयर पिन है. आप लोग अभी देख रहे हैं ये पूरा रोड सभी टूट गया. मतलब ലാൻഡ് സ്ലൈഡ് ऐसे ही होते रहता है इधर पूरा. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് ഈ ഒരു ധർമ്മശാല ഇത് ഇവിടെ അങ്ങനെയാണ്. ധർമ്മശാലയിൽ മിക്കവാറും ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ റോഡ് ശകല ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. അതിപ്പോൾ പാച്ച് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഓൾമോസ്റ്റ് ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാവാറുണ്ട്. धर्मशाला में बहुत ज़्यादा लैंडस्लाइड होते रहता है. फिर भी कोई नहीं, देखने में बहुत मस्त जगह है. अभी देख रहा है ना ये अभी का क्लाइमेट, मौसम सभी ठीक है. ये पूरा आर्मी कैंप है दोनों साइड पे. ये पूरा देखने में एक मस्त है. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ധർമ്മശാലയിലെ ആർമി ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ സെറ്റാണ്, നൈസാണ്. തണുപ്പ് ചെറിയ രീതിയിലുള്ള തണുപ്പുണ്ട് ഇവിടെ. എന്നാൽ കാണാനും നല്ല രസമുണ്ട്. കാര്യം ചെറിയ രീതിയിലുള്ളൊരു മഴയൊക്കെ ഉണ്ട്. अभी इधर का मौसम बहुत ठीक है. मतलब थोड़ा स्लाइटली बारिश हो रहा है, फिर भी ठीक है देखने के लिए. तेरा लाइन इस जगह का नाम. ശരിക്കും ഇപ്പം നല്ല ഒരു ഭംഗിയുണ്ട്. ഇപ്പോൾ ഈ ധർമ്മശാലയിലോട്ട് ഇങ്ങനെ എൻ്റർ ആയിക്കൊണ്ടിരുന്നപ്പോൾ ഈ കാണാനും രണ്ട് സൈഡിലും ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയും പിന്നെ ഈ കോടമഞ്ഞ് പോലത്തെ മഞ്ഞും രക്ഷയില്ലാത്തൊരു ഭംഗി. നമ്മൾ മൂന്നാർ ഊട്ടിയൊക്കെ പോകുന്ന പോലെ. എന്തോ आप लोग अभी देख रहा है ये पूरा धर्मशाला का ब्यूटी है. ये मेरे को ये देख के ऊटी या हमारा केरला में मूनार है वैसे ही मेरे को याद आ रहा. मैं उधर कहीं गया ऐसे, पूरा बारिश, रोड पे पूरा पानी जैसा. अच्छा है देखने में, बहुत ही शांत है, बहुत मस्त जगह है यार. ഒരു രക്ഷയില്ലാത്തൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മൂന്നാർ ഊട്ടിയൊക്കെ പോയൊരു ഫീലുണ്ട്. പിന്നെ ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോ ഒക്കെ പണ്ട് കാണാറുണ്ട്. പുള്ളിയിലാണ് ഈ ധർമ്മശാല, അതായത് പഞ്ചാബ് അമൃത്സറിൽ വന്നിട്ട് പുള്ളി ഇതേപോലെ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് വരുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൽ ഈ പള്ളിയൊക്കെ പുള്ളി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, താഴെ പോയി റെക്കോർഡ് ചെയ്ത്. അടിപൊളിയായിരുന്നു ആ പള്ളി. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് പണിതതാണ്. ഈ ധർമ്മശാലയിൽ ഓൾമോസ്റ്റ് ബ്രിട്ടീഷുകാരുടെ അവർ അന്നത്തെ ഒരു കാലത്ത് കോളനൈസേഷൻ ചെയ്തിട്ടുണ്ട്, കുറേ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ. അവരെ മിലിറ്ററി ഏരിയ ഒക്കെയാണ്, അവരാണ് മിലിറ്ററി ഡെവലപ്മെൻറ്റ്, അതായത് അവിടെ ഒരു മിലിറ്ററി ബേസൊക്കെ ഉണ്ടാക്കിയത് അവരാണ്. ഒരു രക്ഷയില്ലാത്ത ഭംഗി കേട്ടോ. ഫുള്ള് മൂടൽ മഞ്ഞ്, നല്ല കോട, ഒന്നും കാണാം. अभी आप लोग देख रहे हैं ना पूरा फॉग है, कुछ भी नहीं देख सकता अभी. ऐसे मैं खाली ऐसे ही जा रहा है. ओ ये एकदम मस्त जगह है. मतलब हमारे जगह में ऊटी या किधर मूनार जैसे ही जाता है तो ऐसे ही मिलता है. मैं ये धर्मशाला पूरा हमारा उधर संतोष जॉर्ज कोलंगरा, वो खाली ऐसे ही घूमते रहता है. उनका वीडियो मेरे को इंस्पायर कर दिया. अरे मैप तो चेंज हो गया. अरे इसके अंदर से जाना था, देखते हैं.
അയ്യോ മാപ്പ് പിന്നെയും പണി തെറ്റി. ഇനി ഇതിനകത്തൂടെ പോയിട്ട് ഇതിനകത്തൂടെ മാപ്പ് കാണിക്കുന്നു. ഞാനിപ്പോൾ താമസിക്കാൻ പോകുന്ന റൂം എടുത്തിരിക്കുന്ന സ്ഥലത്തെ ലൊക്കേഷൻ. ഇത് ഫുള്ള് കാട് പിടിച്ചൊരു സ്ഥലമാണ്. ഇനി ഉള്ളതാണോ എന്തോ. നല്ല രസമുണ്ട് ഇവിടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ. ഫുള്ള് മറ്റേ ടൈൽസ് ഇട്ട് വെച്ചിരിക്കുക. എന്തായിരുന്നാലും രണ്ടും കൽപ്പിച്ച് പോവാം. എന്താണെന്ന് വരണടുത്ത് വെച്ച് നോക്കാം നമുക്ക്. നല്ല വളമുണ്ട്, സൈഡിൽ നല്ല കൊക്കയുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ ഇത് കാണാൻ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കോടമഞ്ഞ്. മുമ്പ് ജമ്മുവിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു. ജമ്മുവിൽ പൂഞ്ച്. ആ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ എത്ര പേര്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് 100 പേര് കണ്ടാലും ഞാൻ അതിൽ തൃപ്തനാണ്. ഇനി അത്രയും ഞാൻ മാക്സിമം ക്വാളിറ്റി, എൻ്റെ കണ്ടൻറ് ഇല്ലെങ്കിലും ഞാൻ മാക്സിമം ക്വാളിറ്റി നിങ്ങൾക്ക് തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ടി വിയിൽ ഒരാളിട്ടാൽ അത് മാക്സിമം ഒരു 4K കാണാൻ പറ്റണ രീതിയിൽ ഞാൻ 5K ഷൂട്ട് ചെയ്യുന്നത്. അത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. വെറുതെ ഇവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം ഇനി വഴി എങ്ങോട്ടാണ്. ഓൾമോസ്റ്റ് എൻ്റെ മൈക്ക് പണി തന്നു. എനിക്കിതൊന്നും അവർ പറയുന്നതെല്ലാം ഞാൻ വിചാരിച്ചു ഇതിൽ റെക്കോർഡ് ആവുകയാണെന്നാണ് വിചാരിച്ചത്. എന്ത് പറയാൻ, ഞാനിപ്പോൾ അല്ലാതെ ഓഡിയോ കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും. നമുക്ക് എന്തായിരുന്നാലും പുള്ളിയുടെ അടുത്തും കൂടെ ചോദിച്ചു. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് താഴോട്ട് എങ്ങോട്ടും നിങ്ങൾക്ക് റൂമൊന്നുമില്ല. ഇവിടെ വേറെ അവരുടെ എന്തോ ഒരു ബുദ്ധ മതത്തിൻ്റെ, അതായത് അവരുടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രം അങ്ങനെ എന്തോ സംഭവമാണ് താഴോട്ട്, ആശ്രമം പോലെ. अभी ये बुद्धिस्ट वाला वो भाई बताया आगे नहीं, कुछ नहीं है देखने के लिए. आपको इधर से कोई होटल वगैरह कुछ नहीं मिलेगा. आपको रास्ता गलत दिखाया, इसलिए आप पीछे जाओ. ये सीधा जाएगा तो भाई आप उनका आश्रम में जाएगा, ऐसे बोल रहा है. ठीक है भाई, ये आ रहा है ना, भाई से भी पूछ लेते हैं. क्या हो गया, मेरा माइक ख़राब हो गया इसलिए आपको वो उनका वॉइस नहीं रिकॉर्ड हो रहा है. इसलिए मैं खाली मेरा ऐसे वॉइस इसमें एडिट करके डाल रहा है. मैं बुरा ना मानो क्या कि मैं और कुछ नहीं कर सकता मेरा. फिर भी मैं उनसे बात कर रहा है. ये इधर कहाँ पे है ये होटल. भैया अच्छा बंदा था, वो मेरे को ठीक से सब कुछ बताया, मतलब कैसे जाओ, तुम कॉल करो एक बार, मैं बात करते हैं, ऐसे बोल दिया. ठीक है, मैं भी कॉल कर दिया. और वो बोल रहा है कि ये मैक्नोलगंज में है, ये सीधा ऊपर से जाना पड़ेगा, ऐसे बोल रहा है. भैया बोल रहा है सीधा आगे जा, मतलब ऊपर जाके आगे चलो, वही उधर से एक नीचे के रास्ता मिलेगा, उधर है ये होटल. भैया बोल रहे हैं आगे कुछ नहीं है, इधर पूरा आश्रम है, ऐसे आगे इधर ऐसे बात किया. अच्छा बढ़िया बंदा है वो. പുള്ളി പറഞ്ഞത് ഇവിടുന്ന് നിങ്ങൾ മേളിലോട്ട് പോയിട്ട് മെക്ഡോണൽ വരും, മെക്ഡോണൽ ഗഞ്ചിൽ നിന്ന് നിങ്ങൾ റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എടുത്ത് പോകാനാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിനകത്തേക്ക് കയറി വന്നല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് മാപ്പ് തെറ്റിയതാ. പുള്ളി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഇത് സംഭവം ആശ്രമം കാര്യങ്ങൾ വരുന്നതാണ്, അതുകൊണ്ടാണ് അധികം ആരും ഇങ്ങോട്ട് വരാം. फिर मैं वापस जा रहा है. भैया सभी बोलते हैं भैया ठीक है, ऐसे बोल के मैं चल रहा है मैं ऊपर तक. और भैया मेरे को रास्ता सभी ठीक से बताया. बहुत ही धन्यवाद है मेरे को, मेरा साइड से भैया को. ये जगह है ना बहुत ज़्यादा अच्छा है देखने में, बहुत मस्त जगह है. मैं कभी ऐसे पूरा फॉरेस्ट के अंदर से जा रहा है, देखने में बहुत मस्त लग रहा है ना. ये हमारा इंडिया का फ्लैग है ना. ഇവിടെ ഇനിയിപ്പോൾ എന്തായിരുന്നാലും നേരെ പോകാനാണ് പുള്ളി പറഞ്ഞത്. അപ്പം നേരെ പൊയ്ക്കൊണ്ടിരിക്കുക.
अभी वो भैया बोला सीधे जाने के लिए, ऐसे सीधा जा रहा है। ये इनको पहले मिला था उधर से। इधर बहुत ज़्यादा वो बुद्धिस्ट, मतलब वो ऐसे ड्रेस सभी यूनिक है ना देखने में भी। सभी जगह पुलिस है, ठीक है, हिमाचल में कोई दिक्कत नहीं है।